ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടേ. ഇന്നിപ്പം അപ്പവും മിഞ്ചേട്ടനും രാവിലെ പോയി. ഞാനും നന്ദുവും കൂടെ നന്ദുവിന് പോകണ്ടായിരുന്നേ. ഞാനും നന്ദുവും കൂടെ ചുമ്മാ പറമ്പയൊക്കെ നടക്കുക കേട്ടോ. ഓരോരോ പണികളൊക്കെ ചെയ്ത് പെറുക്കി രാവിലെ നടക്കുന്നതുകൊണ്ട് മിഞ്ചേട്ടൻ എനിക്ക് നേരം കിട്ടുകയില്ല രാവിലെ ഇവരുടെ കൂടെ ഇറക്കാനേ. അപ്പവും മിഞ്ചേട്ടനൊക്കെ രാവിലെ പറമ്പയുടെയൊക്കെയാണ് നടക്കുന്ന. എന്നിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ പറിച്ചുകൊണ്ട് തരും. അതൊക്കെ രാവിലെ കറിയൊക്കെ വെക്കാനൊക്കെ അതാട്ടോ എടുക്കുന്നത്. മിക്കവാറും വെണ്ടയ്ക്ക എന്നും വെണ്ടയ്ക്ക കാണും. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, തോരന്, തീയൽ, പിന്നെ സൂപ്പ്. ഇത്രയും സാധനങ്ങൾ വെച്ചാലും നമുക്ക് വെണ്ടയ്ക്ക ബാക്കിയുണ്ട്. ഈ വെണ്ടയ്ക്ക പെട്ടെന്ന് മൂത്ത് വരും. ഒരു വലിയൊരു പ്രശ്നം കേട്ടോ. ഇന്നിപ്പോൾ നാളെ പറിക്കാമെന്ന് നമ്മൾ വിചാരിച്ചാൽ നാളെ അത് മാറിപ്പോവേ. അപ്പോൾ ഒത്തിരി ഉണ്ടായിട്ടും ഉണ്ട് കേട്ടോ. ഇത് ഈ വർഷം നട്ട വെണ്ടയല്ല, കഴിഞ്ഞ വർഷത്തെ വെണ്ട. അത് ഉണങ്ങിപ്പോയത് ഗോവിന്ദ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ചോട്ടിൽ നിന്ന് പൊട്ടി മുളച്ചതായി വെണ്ടയെല്ലാം കൂടെ. അപ്പോൾ ആനക്കൊമ്പൻ വെണ്ടയാണ്. അപ്പോൾ ഒരു 4 വെണ്ടയ്ക്കൊക്കെ മതി നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ. അപ്പോൾ ഒരുപാടുണ്ടല്ലോ. പിന്നെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും. വിറ്റാൽ വലിയ വിലയൊന്നും കിട്ടാനൊന്നുമില്ലേ. ഇപ്പം നന്ദു ആ ടാങ്കിൻ്റെ അകത്ത് നോക്കുന്നത്, ടാങ്കിൻ്റെ അകത്ത് ഗപ്പിയെ വളർത്തുന്നുണ്ട് നമ്മളിപ്പോഴേ. ഇപ്പം മഴക്കാലമായല്ലോ, അപ്പോൾ ഇടയ്ക്കും ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഗപ്പിയെ വളർത്തും. വേനൽക്കാലം വരുമ്പോൾ വെള്ളം പിടിച്ച് ഇതൊക്കെ നനയ്ക്കാൻ വേണ്ടി അതിനോട് ടാങ്ക് കൊണ്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഒരു വഴുതനങ്ങ നല്ലപോലെ പഴുത്ത് അത് നമ്മൾ വിത്തിനിട്ടേക്കുന്നതാണ്. പിന്നെ ഞാൻ ഈ പറമ്പിലോട്ട് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മത്തങ്ങ ഈ പ്രാവശ്യം ഒരു 5-6 പിടിച്ചിട്ടുണ്ട്. അതും ഗോവിന്ദനതിലോ സ്ലാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. എന്നാലും ഞാനതൊന്ന് കാണിച്ചെന്നേ ഉള്ളേ. ഇപ്പം ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് ഞാനിത് എഡിറ്റ് ചെയ്ത്, ഞാനിത് നേരത്തെ ഇടേണ്ട വീഡിയോ ആയിരുന്നേ. ഇതിപ്പോൾ ഇന്ന് ഞാൻ ഇട്ടേക്കുന്ന ആ കപ്പളങ്ങയുടെ സ്വീറ്റ് ഉണ്ടാക്കിയില്ലേ, ആ കപ്പളങ്ങയാണ് പറിച്ചിട്ടേക്കുന്നത് നമ്മൾ. ഇന്നുണ്ടാക്കിയത് അത്. പിന്നെ ഈ വീഡിയോ പിടിച്ചുകൊണ്ട് നടക്കുമ്പോഴേ അന്നേരം ഒരു മത്തങ്ങ കൂടെ കണ്ടു. ഞങ്ങൾ ഈ 2 മത്തങ്ങ ഈ ഊത കയറി കിടക്കുന്നതുകൊണ്ട് ഇനി ഊതിൻ്റെ തണ്ടിനൊന്നും വലിയ കട്ടിയില്ലല്ലോ, താഴേങ്ങ വീണ് പൊട്ടിപ്പോയെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് പിഞ്ചേട്ടനും അപ്പം കൂടി സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. കണ്ടോ? അപ്പോൾ താഴെ ചാടി ഇത് വലിപ്പം വയ്ക്കുമ്പോൾ തന്നെ ഇനി അങ്ങ് പെട്ടെന്നങ്ങ് താഴോട്ട് പോയി. ഇതിൻ്റെ കമ്പ് ഊതുമരത്തല കയറിപ്പോയിരിക്കുന്നത്. പിന്നെ അപ്പൂൻ്റെ ഊത് പൂത്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷങ്ങളാണ് അപ്പൂന്. പിന്നെ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മത്തങ്ങ കൂടെ കണ്ടു. അപ്പൂ എന്ന് പറഞ്ഞാൽ കൃഷിയുടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൂന്. കൃഷിയെ ഏറ്റവും ഇഷ്ടം എന്നാന്ന് ചോദിച്ചാൽ കൃഷിയാണ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അപ്പൂ ഇങ്ങനെ മിണ്ടാതിരിക്കേ. കൃഷിയെക്കുറിച്ച് പറഞ്ഞാൽ ചാടി കയറിയ ബാക്കി വെമ്പടി വർത്താനം പറഞ്ഞോളൂ കേട്ടോ. അതുപോലെ കുറേ അറിവും ഉണ്ട് അതിനെക്കുറിച്ച്. അതിൻ്റെ ഇഷ്ടം കൊണ്ടായിരിക്കും അവൻ്റേതേ. പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞ് കഷ്ണമൊക്കെ കൊണ്ടു കൊടുത്താൽ, ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം ചുമല ഇഞ്ചി അല്ലെങ്കിൽ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ കഷ്ണം അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി ഇതുണ്ട്, ഒരു കഷ്ണം കസ്തൂരി മഞ്ഞളാണ് ഇത്രയും കാണിച്ച് വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഏതാണ്ടെല്ലാം ഉണ്ട്. അപ്പുറം ഇട്ടേക്കുന്നത് ചുമല ഇഞ്ചി. ഇനി നടുക്ക് നിൽക്കുന്നത് താമരക്കണ്ണൻ ചേമ്പ്. പിന്നെ ഏതാണ്ട് അതിൻ്റെ പേര് ഞാൻ മറന്നും കൂടെ പോകും. ഏതാണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് വരുത്തുവിനെ. എന്നിട്ട് ഒരു ചോട് മതി കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അയല വെട്ടുന്ന വീഡിയോ. ഞാൻ അതിൻ്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. കുറേ ആൾക്കാർ കണ്ടു കേട്ടോ. കുറേ 1-2 കമൻറ്റൊക്കെ വന്നുള്ളൂ. ഞാനിങ്ങനെയാണ് അയല വെട്ടുന്നത്, പക്ഷേ ചില ആൾക്കാർ ഇങ്ങനെയല്ല വെട്ടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മീൻ വെട്ടുന്നവരെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഒട്ടും ഉളുമ്പില്ല കേട്ടോ. ഈ 2 സൈഡിൽ നിന്നും തൊലി പറിച്ച് ചെത്തിക്കളഞ്ഞ് വെച്ച് തൊലി പൊളിച്ചങ്ങോട്ട് ഉണ്ടാക്കുവാണെങ്കിൽ എളുപ്പമുണ്ടേ. പിന്നെ എനിക്കിതാ എളുപ്പമായിട്ട് തോന്നുന്നത്. എൻ്റെ മമ്മിയൊക്കെ ഇങ്ങനെയാണ് മീൻ വെട്ടുന്നത്. ഞാനിത് ഷോർട്ടിനകത്ത് പറഞ്ഞായിരുന്നു. മമ്മി കാണിക്കുന്നത് കണ്ടാൽ നമ്മൾ അമ്മമാർ കാണിക്കുന്നത് കൊണ്ടാണല്ലോ ചെയ്യുന്നത് ഇതൊക്കെ. എനിക്കിങ്ങനെ കാണിക്കാനേ അറിയാവുള്ളേ. അപ്പം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കൊരു സ്ഥലത്ത് പോയപ്പോഴത്തേനും ആ വീട്ടിൽ അവരങ്ങനെയല്ല കേട്ടോ കാണിച്ചു. ഇതുകൊണ്ട് ഈ തൊലി പോലെ തൊലി ഇങ്ങ് പോന്നോളുവേ. അതുപോലെ തലയാണേലും ഇതുപോലെ സൈഡ് വഴി ഇങ്ങനെ അങ്ങോട്ട് കത്തി അങ്ങ് കയറ്റിയിട്ട് ഇങ്ങ് വലിച്ചു കഴിഞ്ഞാൽ അതും പെട്ടെന്ന് ഇങ്ങ് പോകും. അപ്പോൾ ഒട്ടും ദശയൊന്നും പോകത്തില്ല കേട്ടോ. പിന്നെ മുട്ട വില ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് എടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് റെഡി ആയിട്ട് വരും. പെട്ടെന്ന് പണി കഴിയുവേ. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ. അപ്പം ഞാനിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് അവർ പറഞ്ഞു, അന്നേരം അത് പൊടിഞ്ഞു പോകുകയല്ലേ, എനിക്ക് പേടിയാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതേ കാര്യം തന്നെ ഷോർട്ടിനകത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പെട്ടെന്നാക്കി എടുക്കാം. ഇച്ചിരി കൂടെ തൊലി കളയാം. മറ്റേ തൊലിയും കൂടെ പൊളിഞ്ഞു പോരുന്നതാണേ. ഞാൻ പക്ഷേ ഇപ്പം ഇത് കണ്ടോ, കറി വയ്ക്കാനും വറക്കാനും ഒക്കെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ വരയാനാണേലും 2ആയിട്ട് മുറിച്ചെടുക്കാനാണേലും ഒക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ 2-3 എണ്ണം എടുത്ത് വെച്ച് വൈകിട്ട് വറക്കാനായിട്ട് ഉപ്പും മുളകും തിരുമ്മി ഫ്രീസറിൽ കയറ്റി വയ്ക്കുക. വൈകിട്ടോ നാളെ രാവിലെ ഇപ്പോൾ ഇന്നെടുക്കുന്നത് തീർന്നില്ലെങ്കിൽ ഇപ്പോൾ വിൻചേട്ടന് കറി ഉണ്ടാക്കുന്നതാണ്. ഉപ്പും മുളകും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഒരാൾക്ക് മതി കേട്ടോ കറി. അന്നേരത്തേനും മീൻ വറുത്തത് അങ്ങോട്ട് മാറ്റി വെച്ചേ. എന്നിട്ട് അങ്ങോട്ട് വെച്ചു. ഒരാൾക്ക് മതി മീൻകറി. എല്ലാവരും മീൻകറി കഴിക്കുകയില്ല. അങ്ങനെ പല പല രീതികളാണ് ഇവിടെ. പിന്നെ അതിൻ്റെ അകത്തോട്ട് കുടംപുളിയും ചേർത്ത് നല്ലപോലെ വറ്റിച്ചിടുകയും ഉപ്പും കാശ്മീരി ചില്ലിയും കുടംപുളിയും വെള്ളവും. പിന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കരിയാപ്പില, പിന്നെ വറ്റൽമുളക്. ഇത് ഉറപ്പായിട്ട് വിടണേ. അത് നമ്മൾ അരയ്ക്കുന്നതിന് കുറച്ച് മുമ്പ് ഈ വറ്റൽമുളക് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്താൽ നല്ലതാണ്. എന്നിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് ഈ മീനിൻ്റെ വെള്ളം വറ്റി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി അങ്ങ് വറ്റിക്കണ്ട. ഇനി ഒരു ചെറിയ തിള കയറിയാൽ മതി.
വറ്റൽമുളക് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിനകത്ത് പറഞ്ഞ് ഇതിൻ്റെ ചാറ് കഴിക്കുമ്പോൾ വറ്റൽമുളക് ചേർത്ത് അരച്ചിട്ടില്ലേ അതിൻ്റെ ചാറ് കഴിക്കുമ്പോൾ ഇതിൻ്റെ ആ വറ്റൽമുളകിൻ്റെ അരി ഒക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മുടെ പണി കഴിഞ്ഞല്ല കേട്ടോ. ഇതിൻ്റെ തല, ഇതിൻ്റെ കഴുത്ത് ഭാഗവും തലയുടെ പുറകും എല്ലാം നല്ലപോലെ വലിച്ചു പറിച്ചെടുത്തിട്ട് നല്ലപോലെ 3-4 പ്രാവശ്യം കഴുകി ഉപ്പും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ പിഞ്ച് ഉപ്പാട്ടോ ഇടുകയുള്ളൂ. ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ വേവിച്ച് ടിപ്പുവിന് കൊടുക്കും. അതിനകത്ത് ചോറും കൂടി ഇട്ടങ്ങോട്ട് കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മീനൊന്നും ടിപ്പു കഴിക്കില്ല കേട്ടോ. ടിപ്പു കിളിമീൻ, തിലോപ്പി അങ്ങനത്തെ മീനൊന്നും ടിപ്പു കഴിക്കില്ല. നമ്മളത് വാശിക്ക് കൊടുത്തോണ്ടിരുന്നാലും ഇവൻ വാശി കാണിക്കാന്നൊക്കെ പറഞ്ഞിരുന്നാലും അവൻ കഴിക്കാതിരിക്കത്തുള്ളൂ. കഴിക്കുകയില്ല കേട്ടോ. പട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ. നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. ചിക്കൻ പാർട്സ് ഒക്കെ ആണെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന് നല്ലപോലെ കുക്ക് ചെയ്താട്ടോ നമ്മൾ അവന് കൊടുക്കുന്നത്. അവൻ്റെ പാത്രമാണ് ഇത്. എന്നിട്ട് ഇതിപ്പം വർഷങ്ങളായിട്ട് 8 വർഷമായില്ലേ, അന്നേരം മുതൽ ഉപയോഗിക്കുന്ന പാത്രമാണ്. പിന്നെ ഞാനിപ്പോൾ മുറ്റത്തോട്ട് വീണ്ടും ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു മുറ്റത്തൊരു കുഴിയുണ്ടെന്ന്. ഇത് കണ്ടോ, റോഡ് കണ്ടോ, തൊട്ടടുത്ത റോഡ്. അതുകൊണ്ട് ആ ഇല കിടക്കുന്ന കേട്ടോ നമ്മുടെ മുറ്റത്തെ കുഴി. അവിടെ ഈ വലിയ വണ്ടിയൊക്കെ പെട്ടെന്ന് വന്ന് തിരിച്ചുകൊണ്ടങ്ങ് പോയി. എന്നിട്ട് ഞാൻ അകത്തുനിന്ന് ഓടി വരും കേട്ടോ. അതിലിട്ട് തിരിക്കല്ലേ എന്ന് പറയാൻ. അതിനിപ്പുറം തിരിക്കലും കഴിഞ്ഞ് അവർ പോവേ. അതിനാന്ന് പറഞ്ഞാൽ 30 വർഷത്തോളം ഉണ്ട് ഈ കുഴിക്ക് പഴക്കവേ. അപ്പോൾ അന്ന് റോഡൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അപ്പോൾ വലിയ ബലമൊന്നും കാണുകയില്ല അതിൻ്റെ പൊക്കത്തിലെ സ്ലാബിന്. അപ്പോൾ ആ കുഴി നമ്മൾ മാറ്റി അപ്പുറത്തോട്ടാക്കി. പക്ഷേ കുഴി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. നമ്മളതിൻ്റെ സെറ്റപ്പൊക്കെ മാറണം. ഇനി വലിയ വേനലൊക്കെ വന്ന് അതിൻ്റെ അകത്തെ സംഭവങ്ങളൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി എടുത്തെങ്കിലേ അത് ശരിയാകത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഇത് പുതിയ കുഴി അപ്പുറത്തെ റോഡിൻ്റെ അപ്പുറേ കുത്തി എല്ലാം സെറ്റാക്കി എടുത്തേ. അപ്പുറേ കുത്തി എന്ന് പറയാൻ നമ്മൾ നേരത്തെ ഇത് തീരുമാനം ഉള്ളതുകൊണ്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പേ കുഴലൊക്കെ ഇട്ട് പൈപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളങ്ങനെ ഓടിച്ചെന്ന് കയറി അയ്യോ അവിടെ തിരിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവർ ചിലപ്പോൾ വിചാരിക്കുന്നത് നമുക്ക് അവർ ഇവിടെ വണ്ടി തിരിക്കുന്നത് ഇഷ്ടമില്ലായിട്ടാന്നൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ വിൻചേട്ടൻ എന്നോട് എപ്പോഴും പറയും വല്ല അപകടം ഉണ്ടായിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചിലപ്പോൾ ഒടിഞ്ഞു പോകുമായിരിക്കുമേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. വീണ്ടും കാണാം. ബൈ.